വേടൻ സമൂഹ മനസാക്ഷിക്ക് മുന്നിലേക്ക് വെച്ച പ്രശ്നങ്ങൾക്ക് ഇന്നും നാം പരിഹാരം കണ്ടിട്ടില്ല. പാർശ്വവത്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനായി തുടർന്നും ശബ്ദമുയർത്താൻ കുറഞ്ഞപക്ഷം ഒരു വേടനെങ്കിലും വേണ്ടേ? വേടന്റെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെയും ശബ്ദം മഞ്ഞുമലിലൂടെ പുരസ്കൃതമായ ആ ഗാനത്തിന്റെ ആദ്യ വരികളിൽ പോലുമുണ്ട്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. അതെ, വേടനും ഇത്തവണ സ്ഥാനാർത്ഥിയായേക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM വിസ്മയം ഒരുക്കിയേക്കും. പരമ്പരാഗത രാഷ്ട്രീയ മുഖങ്ങൾക്ക് പകരം യുവതലമുറകൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ സ്വീകാര്യതയുള്ള സാംസ്കാരിക ബിംബങ്ങളെ കളത്തിലിറക്കാനാണ് പാർട്ടി നീക്കം. യുവ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി CPM സ്ഥാനാർത്ഥിയാകും എന്നാണ് റിപ്പോർട്ട്. ജെൻസി വോട്ടർമാരെയും താഴെത്തട്ടിലുള്ള പിന്നോക്ക വിഭാഗങ്ങളെയും ഒപ്പം നിർത്താൻ വേടന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ആധിപത്യ വിരുദ്ധ സംഗീത പാരമ്പര്യത്തിന്റെ ആധുനിക കണ്ണിയായി വിശേഷിപ്പിക്കപ്പെടുന്ന വേടൻ തന്റെ റാപ്പ് സംഗീതത്തിലൂടെ ഇതിനകം തന്നെ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുറപ്പിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ഒരു അവാർഡ് വേദിയിൽ പിതാവിനൊപ്പം വേടൻ നടത്തിയ വൈകാരികമായ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയവും അപരവൽക്കരണത്തിനെതിരായ പോരാട്ടവും സംഗീതത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്ന വേടൻ ഒരു വിമോചന ബിംബമായി യുവതലമുറയ്ക്ക് മുന്നിലുണ്ട്. ഈ ജനപ്രീതി വോട്ടാക്കി മാറ്റാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കലാഭവൻ മണിയും ജാസി ഗിഫ്റ്റും മറ്റും തുടങ്ങിവെച്ച ആധിപത്യ വിരുദ്ധ സംഗീതത്തിന്റെ പുതിയ കാലത്തെ പ്രതിനിധിയായി വേടനെ അവതരിപ്പിക്കുന്നതിലൂടെ വലിയൊരു സാംസ്കാരിക ഉടച്ചുവാർക്കലിനാണ് CPM തുടക്കമിടുന്നത്. യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇടങ്ങളിൽ വേടൻ സൃഷ്ടിച്ചെടുത്ത സ്വാധീനം പുതിയൊരു വോട്ട് ബാങ്ക് പാർട്ടിക്ക് തുറന്നു നൽകിയേക്കും. പരമ്പരാഗത ശൈലികളിൽ മടുപ്പ് തോന്നുന്ന നിഷ്പക്ഷ വോട്ടർമാരെയും യുവാക്കളെയും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളിലൂടെ ആകർഷിക്കാനാകുമെന്ന് CPM കരുതുന്നു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ലെങ്കിലും തിരശീലയ്ക്കു പിന്നിൽ ചർച്ചകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഈ പുതിയ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ചിത്രം എത്രത്തോളം മാറ്റുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. വേടനെതിരെ ചില കേസുകളുണ്ട്. അത് കണക്കിലെടുക്കാതെ മത്സരിപ്പിക്കാനാണ് CPM നീക്കം. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ലെങ്കിലും തിരശീലയ്ക്ക് മുന്നിൽ ചർച്ചകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഈ പുതിയ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ചിത്രം എത്രത്തോളം മാറ്റുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. വേടനെതിരെ ചില കേസുകളുണ്ട്. അത് കണക്കിലെടുക്കാതെ മത്സരിപ്പിക്കാനാണ് CPM നീക്കം. അതിജീവനത്തിന്റെ പ്രതീകമായി പൊതുസമൂഹം കാണുന്ന നടി ഭാവനയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ വനിതാ വോട്ടർമാർക്കിടയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ഭാവന പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നതാണ് നേതൃത്വത്തിന്റെ താൽപര്യം വർദ്ധിപ്പിക്കുന്നത്. ഭാവനയെയും CPM സ്ഥാനാർത്ഥിയാക്കിയേക്കും. ഇവർക്ക് പുറമെ മറ്റു ചില പ്രമുഖ സാംസ്കാരിക പ്രവർത്തകരെയും പാർട്ടി സജീവമായി പരിഗണിക്കുന്നുണ്ട്.